ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച നറുനവനീതം ശ്രീമന്നാരായണീയ സ്തോത്രകാവ്യം. ആ നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 202 ദിവസം ശ്രീമന്നാരായണീയം 20 ദശകത്തിൽ 3 ശ്ലോകം ഭഗവാന്റെ ഋഷഭാവതാരം ആണ് ഇന്ന് നാം വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ അനുസ്മരിക്കുന്നത്. ഈ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്ന് പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്നുള്ള രീതിയിൽ ആ ശ്ലോകം ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് തുടർന്ന് ഇതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ഒരു നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയം നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശതോ ഭൂർഋഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദ. അധാ ത്വം നാഭിപ്രിയായാം മേരുദേവ്യാം അംശതാം ഋഷഭാഭിധാന അലോക സാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദ അഭൂ. അധാ ത്വം നാഭിപ്രിയായാം മേരുദേവ്യാം അംശതഃ ഋഷഭാഭിധാന.
അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ അഭൂ അധത്വം നാഭിപ്രിയായ മേരുദേവ്യാം. അധ അനന്തരം പിന്നീട് അവിടുന്ന് നാഭിയുടെ പ്രിയയായിരിക്കുന്ന, നാഭിയുടെ പത്നിയായിരിക്കുന്ന മേരുദേവിയിൽ അംശതഃ അംശാവതാരമായി, ഭഗവാന്റെ അവതാരങ്ങൾ പലതരത്തിലുണ്ട്. അംശാവതാരമുണ്ട്, അംശാംശാവതാരമുണ്ട്, ആവേശാവതാരം, അതേപോലെ പൂർണ്ണാവതാരം, പരിപൂർണാവതാരം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതിൽ അംശാവതാരമായി ഋഷഭാഭിധാനഃ, ഋഷഭൻ എന്ന പേരിൽ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ, ലോകസാധാരണങ്ങളല്ലാത്ത, എല്ലാവർക്കുമില്ലാത്ത ഗുണങ്ങൾ, പ്രഭാവം, അങ്ങനെ ഇതുകൊണ്ടൊക്കെ എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്നവനായിട്ട് അഭൂ ജനിച്ചു എന്ന് പറയുന്നു. ഋഷഭൻ എന്ന ആ വാക്കിൻ്റെ തന്നെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. അപ്പോൾ അച്ഛൻ, ആ ഉണ്ണി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. കാരണം യജ്ഞവേദിയിൽ ആ ഹോമകുണ്ഡത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, ഞാൻ സ്വയം അവതരിക്കാം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ അവതാരം നടന്നു എന്ന് മനസ്സിലായി. ആ ഉണ്ണിയെ ഋഷഭൻ എന്ന് പേര് വിളിച്ചു എന്ന് പറയുന്നു. ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭിയുടെ ചരിത്രമൊക്കെയാണ് ഇനി നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം. നാഭിപ്രിയായാമധമേരുദേവ്യാം ത്വമംശതോ ഭൂർഋഷഭാഭിധാന അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ഋഷഭമൂർത്തേ. മേഘവർണ്ണ അവിടുന്നു നാഭിയുടെ പത്നിയായ മേരുദേവി ഗർഭത്തിങ്കൽ ഋഷഭനായി. അസാധാരണമായുള്ള ഗുണപ്രവാഹങ്ങളോടെ, അസാധാരണമായുള്ള ഗുണപ്രഭാവങ്ങളോടെ അനന്തരം അവിടുന്നു അവതരിച്ചു. നാരായണ 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 ഋഷഭമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം.